തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിൽ പ്രതി അഫാൻ ലഹരിക്കടിമയാണെന്നാണ് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അഫാൻ എന്ന 23-കാരൻ പ്രായമായ മുത്തശ്ശിയെ അടക്കം സഹോദരനെ അടക്കം 13 വയസ്സുള്ള തൻ്റെ സഹോദരനെ അടക്കം 5 പേരെയാണ് കൂട്ടക്കൊലക്കിരയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുന്ന വിവരമനുസരിച്ച് ഈ അഫാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. അതിലൊക്കെ വലിയ പരിശോധനകൾ, ഏതുതരം രാസപദാർത്ഥമാണ്, രാസലഹരിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നതടക്കം അറിയാനുള്ള പരിശോധന നടക്കേണ്ടതുണ്ട്. അതിന് രക്തസാമ്പിൾ അടക്കം പരിശോധനയ്ക്ക് പോലീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന. അഫാൻ ഇപ്പോഴും ഈ പറയുന്നത് പോലെ എലിവിഷം കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ തുടരുകയാണ്. അയാൾ ചികിത്സയോടക്കം നിസ്സഹകരണം തുടരുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. അഞ്ജു ജയപ്രകാശുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജു, ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് പരിശോധന ഈ അഫാന്റെ വീട്ടിൽ പുരോഗമിക്കുന്നുണ്ടോ? നേരത്തെ അവിടുന്ന് ചുറ്റികയടക്കം കണ്ടെത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ എന്ത് തരം പരിശോധനയാണ് അവിടെ പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ആതിര, ഈ വീട്ടിനുള്ളിലെ സോഫ സെറ്റിന് അരികിലായിട്ടാണ് ഈ 5 പേരെയും കൊലപ്പെടുത്തിയ ചുറ്റിക പോലീസ് കണ്ടെത്തുന്നത്. ആ ചുറ്റിക ഉൾപ്പെടെ പോലീസ് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. നിലവിൽ ഈ വീട്ടിലേക്ക് IG ശ്യാം സുന്ദർ, ഒപ്പം തന്നെ SP സുദർശനൻ, DYSP ആറ്റിങ്ങൽ DYSP ആയിട്ടുള്ള മഞ്ജുലാൽ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. വീടിനകത്താണ് അവർ ഉള്ളത്. ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗം ഉള്ളിൽ പരിശോധന നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പുറത്തുണ്ട്. ഈ ഫോറൻസിക് സംഘം പോയതിന് ശേഷം ഡോഗ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തും. അത്തരത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയുടെ വീട്ടിലെ പരിശോധന ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ മാതാവിൻ്റെ മൊഴി ഒക്കെ എപ്പോൾ രേഖപ്പെടുത്തും എന്നതിനൊക്കെ കാര്യം ഒരുപക്ഷെ ഈ IG ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് എത്തിയാൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതൊക്കെ പോലീസിന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഗൾഫിൽ നിന്ന് ഇവിടെ നാട്ടിലേക്ക് എത്തുന്ന പിതാവ്, ഒപ്പം തന്നെ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലുള്ള മാതാവ്, ഇവരുടെയൊക്കെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. ഈ മാതാവിൻ്റെയൊക്കെ മൊഴി എപ്പോൾ രേഖപ്പെടുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമല്ല. അതുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ പിതാവിൽ നിന്ന് കൂടുതൽ വിവരശേഖരണം പോലീസ് നടത്തുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതി ലഹരിക്കടിമയായത് ആണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊലയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ്